ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നെമ്മാറ പെറ്റ്സ് പാർക്കിലേക്ക് പോവുകയാണ്. ഞാനുണ്ട്, ശില്പയുണ്ട്, ഇനി ഒരു ഗസ്റ്റ് കൂടെ നമ്മുടെ കയ്യിലുണ്ട്. കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഗസ്റ്റ് കുഞ്ഞി ചേച്ചി. ഹായ്. എല്ലാവരും റെഡിയായി ഗായ്സ്. നമ്മളപ്പോൾ ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വന്നിട്ടില്ല അത്ര നേരമായിട്ട്, വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അച്ഛമ്മ ബായ്. ഗായ്സ്, അങ്ങനെ ഞങ്ങളിപ്പോൾ ബസ് സ്റ്റോപ്പ് എത്തിയിരിക്കുകയാണ്. ഇനി ബസ് വന്നിട്ട് വേണം പോവാൻ. ഗായ്സ്, നമ്മൾ ഫൈനലി ഓട്ടോയിലും ബസ്സിലൊക്കെ കയറിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നടക്കണോ? നിങ്ങൾക്കൊക്കെ എന്താ പറയാനുള്ളത്? എങ്ങനെയുണ്ടായിരുന്നു ട്രാവലിംഗ് എക്സ്പീരിയൻസ്? നല്ല തിരക്കായിരുന്നു ബസ്സിൽ. യെസ്, അത്യാവശ്യം തിരക്കുണ്ട് തോന്നുന്നു. ഇതാണ് എൻട്രൻസ്. കഴുതയാ, അതൊന്ന് കഴുത നിൽക്കണോ? ടിക്കറ്റ് എടുത്തിട്ട് വരാം ഗൈസ്. ഗൈസ്, നമ്മളങ്ങനെ അകത്ത് കയറി ടിക്കറ്റ് എടുത്തിട്ട് ടിക്കറ്റ് ഗൈസ്. നമ്മളങ്ങനെ പെറ്റ്സ് പാർക്കിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ 3 പേരും ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി അകത്ത് കയറാം. ബൈ ബൈ ഗൈസ്. പഞ്ചവർണ്ണ തത്തൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അയ്യോ, ഇത് ഗൈസ് തത്ത. അതിന് ചെറിയൊരു പേടിയാവുണ്ട്. നമുക്കും പേടിയുണ്ട്. അവിടെ അവിടെ കയറ്. അല്ല, കടിക്കണ്ട, കയറ്. അങ്ങനെയൊന്നും ആക്കണ്ട, കയറടാ ഗൈസ്. അതെന്തോ ശരിയാവണില്ല. എന്നാ കയറ്. ചേച്ചി കൊത്തോ? ചേച്ചി സമയം നോക്കുകയാണ് തോന്നുന്നു. ഹായ്. ഗായ്സ്, ഇതാണ് നമ്മുടെ തത്ത. നോക്കൂ, സമയം നോക്കാം. ദേഷ്യം വേണ്ടില്ല, നല്ല കൊത്തൊന്നുമില്ല. അത് സമാധാനത്തിൻ്റെ ആളാണ്. ഹായ് ചേച്ചി, എടുത്തോ? ട്രാൻസ്ഫർ ചെയ്യൂ. എങ്ങനെയുണ്ട്? നൈസ്. ഓക്കെ ഓക്കെ, താങ്ക് യു ചേച്ചി. അയ്യോ, ചേച്ചിയുടെ കഴുത്തിലിട്ടോ? എനിക്ക് വേണ്ട, ശരിയാവില്ല. തൊടാല്ലേ വെറുതെ ഒന്ന്? ആ, തൊട്ടാ കുഴപ്പമില്ല. നല്ല ഡ്രസ്സായിട്ടിരിക്കുന്നു അല്ലേ? ഗായ്സ്, ഞാനും ഫാമിലി അടുത്ത് കഴുത്തിലിട്ടു. ഇവരൊന്നും ഇട്ടില്ല, പേടിച്ചിട്ട്. പാമ്പ് പറയുമ്പോൾ ഞാൻ വിചാരിച്ചൊരു വഴുവഴാന്നുണ്ടാവും, പക്ഷെ ഇത് നല്ല റഫ്. ഇത് സോഫ്റ്റ് അല്ല, ഒരു ഹാർഡ്. ഗായ്സ്, നെക്സ്റ്റ് നമ്മളൊരു ഇഗ്വാൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. തൊട്ടാലോ? അനങ്ങണില്ല ആള്. ആ ചേച്ചി വരും ഇപ്പൊ കയ്യിലെടുത്ത് തരാൻ. ഗായ്സ്, പിന്നെ ഇവിടെ കുറേ തത്തകളുണ്ട്. എന്താ, ഇവർക്ക് ഇങ്ങനെ ചെയ്യാൻ മാത്രമേ ആവുള്ളൂ ഗൈസ്. ഒന്നിനും എടുക്കണില്ല, പേടിച്ചിട്ട്. ഞാനാണ് ഇവിടുത്തെ ധൈര്യശാലി. ചേച്ചിക്കാണ് ഇവിടെ കൂടുതൽ പേടി. ഗൈസ്, നെക്സ്റ്റ് നമ്മൾ ആമൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആമ. എന്താണത്? സൈൻ. നല്ല ഹാർഡ്. ചേച്ചി സെൽഫി വിത്ത് ആമ. ഒരാൾ പോലും മൈൻഡ് ചെയ്യണില്ല ഗൈസ്. ഗൈസ്, നോക്കൂ, ഒരു സാധനം എന്താ ഒരേപോലെ ഇല്ല ഗൈസ്. ഇവർ രണ്ടുപേരും ഇതാ. ഗൈസ്, ഇവിടെ സെറ്റ് ആയിട്ട് കേട്ടോ, കുറേ ഉണ്ട് കാണാൻ. ഇല്ലേ ചേച്ചി? ഇതാ ഇവിടെ പുതിയൊരു ഉറങ്ങണ ഒരു സാധനം കാണിച്ചു തരാം. ഇത് നമ്മുടെ പോക്കനാ? അല്ലല്ലോ, ആണ് വരിക. നോക്കി നോക്കി.
ഗായ്സ് മിണ്ടാണ്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സാധനത്തിന് എണീപ്പിച്ച് വിട്ടപ്പോൾ സമാധാനമായി. ഗായ്സ് അങ്ങനെ ഒരു സംഭവത്തിൻ്റെ അടുത്തതിൻ്റെ ഇതിനിപ്പോൾ വെളിയിൽ ഇറങ്ങാനുള്ള ടെൻഡൻസിയാണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കണം. നല്ലൊരു ക്യൂട്ട് സാധനം. ഗൈസ് നെക്സ്റ്റ് വേറൊരു സാധനത്തിൻ്റെ അടുത്തുണ്ട്. ഇതിൻ്റെ പേരെന്താണ്? കുട്ടിത്തേവാങ്ക്. എന്താ കുട്ടിത്തേവാങ്കിനെ കാണിച്ചു തരാം. ഗൈസ് ഇനി ഒരു സാധനത്തിന് കാണിച്ചു തരാം. ഒരു സീന് സാധനം. എന്താ എന്താലേ നല്ല ഭംഗിയുള്ള സാധനം. ആ ഇവിടെ വാ, ഇവിടെ നോക്ക്, ഇവിടെ നോക്കാം. നമ്മുടെ ഓടുന്നത്. അത് ഈ സാധനം വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കണം. ഇതാ അപ്പം വരും. ഇതാ വാ വാ വാ. ഇതെന്താ ചേച്ചി സംഭവത്തിന്റെ പേര്? ബംഗാൾ ക്യാറ്റാ. ഇത് വേറെന്തോ ആണ് സാധനം. എന്താ ഇതിന് പക്ഷെ ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കണില്ല ഗായ്സ്. മ്യാവ്. ആ കണ്ട ഇനി അങ്ങോട്ട് നടക്കും. യെസ്. ഇവിടെ എത്തിയപ്പോൾ പിള്ളേരുടെ പാർക്കും പിന്നെ എന്തൊക്കെയോ ഫോട്ടോഷൂട്ടിന്റെ ഏരിയയാണ്. ഈ സൂല ഏറ്റവും വലിയ ആമനെ നമ്മൾ കണ്ടു അല്ലേ ചേച്ചി? കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പൊ റിവീൽ ചെയ്ത് തരാം. ചേച്ചി ഇപ്പൊ തന്നെ റിവീൽ ചെയ്തു ഗൈസ്. നമ്മളെ കാണുമ്പോൾ എന്താ വലിയ ആമ. നെക്സ്റ്റ് നമ്മൾ ഒട്ടകത്തിനെയും ആട്, ഒട്ടക പക്ഷി എല്ലാത്തിനെയും കാണാൻ വന്നിരിക്കുകയാണ്. കാണിച്ചു തരാം. ഇതൊക്കെ വരുന്നത് കൊത്തും തോന്നുന്നുണ്ട് വരവ് കണ്ടിട്ട്. ആ പോണോ ഗൈസ്? ഓസ്ട്രിച്ച് ഇതാ വന്നു. ഹായ് 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 കുട്ടാ. നമ്മളെ കണ്ടിട്ട് വന്നാട്ടാ. എന്നെ ഇഷ്ടപ്പെട്ടു അതില്. എന്നൊപ്പം നടക്കണം. മതി മതി. ഓക്കെ 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 ബൈ ഗൈസ്. ഒട്ടക പക്ഷി ഞങ്ങളുടെ ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ട്. ഓസ്ട്രിച്ച്. ആ ഹായ്. ബ്ലാക്ക് സ്വാൻ അല്ലേ? അരയനല്ലേ കറുത്ത? ഓക്കെ. ഇവിടെ ഇനി കുറേ പക്ഷികളും താറാവുകളും ഒക്കെയാണ് ഗൈസ്. ഇതാ കാണിച്ചു തരാം. ഇതെന്താ സാധനം? താറാവല്ലേ? താറാവ്. ഇതെന്താണ്? ഇതും താറാവ്. അരയന. പിന്നെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഇവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടിക്കില്ല, പോവാം. ഗൈസ് നമ്മളോട് ഏറ്റവും കമ്പനി ആയത് ഇവരൊക്കെയാണ്, എമുവും ഓസ്ട്രിച്ചും. ഡൺ ഡൺ. ആ ഹായ്. ഇനി നെക്സ്റ്റ് മാട്, ഹൈബ്രിഡ് മാട്. ഇതൊക്കെ നമ്മളോട് കാണാൻ കിട്ടില്ല, നമ്മളോട് വലുത്. ഇത് ചെറിയ കാണാം. കാളയുണ്ട്, കുതിര, ഒട്ടകം, കഴുത. ഇത് കോഴിയും താറാവിൻ്റെയും ക്രോസാണ്. ഇതെന്താ ജീവി പറയൂ? ഇതെന്ത് ജീവിയാണ് പറയൂ? താറാവ് കോഴി മിക്സ് പ്ലസ് മയില്. ഇതെന്താണ്? പരുന്ത. പരുന്തിൻ്റെയും കോഴിൻ്റെയും മിക്സ്. ഇവിടെ ഇന്നത്തെ മിക്സാണ്. ഇത് നോക്ക്, നല്ല ക്യൂട്ട് സാധനം. മൂങ്ങയാ? ക്യൂട്ട്. പൂവൻ കോഴി പോലെയുണ്ട്, പക്ഷെ ഒരു മയിലിൻ്റെ നടത്താം. ഇത് പെരിച്ചാഴി. പെരിച്ചാഴി. ഇതിനൊക്കെ കൂട്ടിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല ഗൈസ്, കാരണം നമ്മുടെ വീട്ടിൽ വരാറുണ്ട്. നമ്മുടെ ബാറ്റിംഗ് ആണ്. ഇതാ പെരിച്ചാഴിൻ്റെ തന്നെ വെള്ള. നെക്സ്റ്റ് മെലാനിസ്റ്റിക് ഫിഷിൻ്റെ. ഓ ഇതാ നേരത്തെ കണ്ട കോഴി പോലത്തെ സാധനം. ആ എല്ലാം ഇരിക്കുന്നുണ്ട്. ഇവരെന്തോ ഒരു ഈഗോ പ്രോബ്ലം ഉള്ളതുകൊണ്ട് മാറിയിരിക്കുകയാണ്. വെള്ള കോഴി. നമ്മുടെ ബ്രോയിലറാ? ആ ഇത് നോക്ക്, നോക്ക്, നല്ല റെഡ് കളർ, നല്ലൊരു സാധനം. ഗൈസ് ഇത് നോക്കൂ, നല്ല ക്യൂട്ട് സാധനം. എന്താ കൊത്തോ ഇല്ലല്ലേ?
ഗൈസ് ഇത് കൊത്തുണ്ട് കയ്യിൽ ഇതിടുമ്പോ മാറി വലിക്കണ്ട. നോക്കുക എല്ലാം കടിച്ചു നോക്കാണ്. ഇത് നോക്ക് വാച്ച് കൈ വെച്ച കയ്യിൽ കൊത്തു. അതാണ് ഇത് പ്രാവ് നമ്മൾ കണ്ടിട്ടുള്ള സാധനമാണ്. ഇതാ നമ്മുടെ ഉറങ്ങാണോ? അയ്യോ ഇത് കുറച്ച് കാലമുണ്ട്, ഹാർഡാണ്. എനിക്കോ അത് ഉറങ്ങാണ്, ഡിസ്റ്റർബ് ചെയ്യണ്ട. ഇത് ബ്രീഡ് കൂടി കൂടി വരുന്നുണ്ട് അതിൻ്റെ. എന്താ ഒരാൾ ഉറങ്ങണം. നെക്സ്റ്റ് ഒരു ആട് എത്തിയിട്ടുണ്ട് ഗായ്സ്. എവിടെ? വലിയ വലിയ ആട് അല്ലേ? ഇത് വലിയ ആട് കേട്ടോ. എന്താ നീ കയറി പിടിച്ച് വലിച്ച എണീക്കും. എനിക്കട്ടെ വലിക്കട്ടെ മടാ. എനിക്ക് ആ എണിച്ചു എണിച്ചു എണിച്ചു. ആ വന്നു വന്നു. ഹായ്. ആ കുഞ്ഞില്ലേ? ആ ഇത് അച്ഛൻ, ഇത് അമ്മ, ഇത് കുട്ടി. അച്ഛൻ ടെറർ നോട്ടം കഴിച്ചു. അച്ഛൻ ടെററാണ്. നെക്സ്റ്റ് ഇതെന്താണ് സാധനം? സ്വാനില്ലേ? ഓ ഹായ് ഹായ്. ഞങ്ങൾ നെക്സ്റ്റ് വേറൊരു കോഴിക്കൂട്ടിലെത്തി. എന്താ ഹായ്, നല്ല സ്മൂത്ത് കോഴി. പിന്നെ ഇപ്പുറത്ത് കുറച്ച് താറാവ്, അരയന്നോ എന്തോ സാധനം. പിന്നെ ആട് രണ്ടെണ്ണം നമ്മുടെ അവിടേക്കുള്ളത്. മോനെ എനിക്ക് നല്ല ഉറക്കത്തിലാണ് ഗൈസ്. ചേച്ചി അത് കൊത്തണ്ട. ആണാണെന്ന് അറിയിച്ചതാണ് ഗൈസ് കോഴിയിട്ട്. നോക്ക് എന്താ ഇവിടെ നടക്കണമെന്ന് അറിയാണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര വൃത്തിയുള്ള പല്ലിങ്ങോട്ട് പേരെന്താ? അങ്ങോട്ട് ഞങ്ങളൊക്കെ നിന്റെ ഫ്രണ്ട്സ്. നല്ല പല്ലും കാണിച്ച് നിൽക്കണ്ട ആള്. അവൻ ഉറക്കമാണ് തോന്നുന്നു. എണീച്ചൂലേ? നോക്കുന്നത് എന്താ എത്ര ടെററിസം. നനങ്ങി നടക്കൂ. ബാ ബാ വാടാ. ഫ്രണ്ടാണോ? ഫ്രണ്ടൊക്കെ അടുത്ത് വന്നു, നീ എന്താ വരാത്ത? എന്തോ പറയാ ഉദ്ദേശിക്കുന്ന ആള്. കുഴപ്പമില്ല കുഴപ്പമില്ല, ഓക്കെ നിന്നോ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് തോന്നുന്നു. ഗൈസ് ആ ചേച്ചി വന്നിട്ട് പറഞ്ഞു നമുക്ക് ഇതിനകത്ത് കയറാന്ന്. അപ്പൊ നമുക്ക് കയറാല്ലേ? ഫുഡ് ഇവിടെ ഉണ്ട്, അതെടുത്ത് നമുക്ക് കയറാം. ഓക്കെ നോക്കൂ ഗൈസ്, പഞ്ചവർണ്ണ കിളി ചൊല്ലുന്നേ കേൾക്കണോ? വട്ടാണ് വിചാരിക്കണ്ടാവും. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഇതാ അടുത്ത ആള്. ഹായ് ബാബാ. അയ്യോടാ ബാബാ. ഗൈസ് നോക്കൂ. ഗൈസ് അപ്പൊ നമ്മളെ തത്തന്റെ കൂട്ടി കയറാൻ പോവാണ്. ചിലപ്പോ തുറക്കണ്ട് കൂട്. ചേച്ചി അടച്ചോ കൂടടച്ചോ. തത്ത പോവാണ്ടിരിക്കാൻ വേണ്ടിട്ട് ചങ്ങല കയറി. ഗൈസ് നമ്മൾ തത്തക്കൂട്ടിലെത്തി. എന്തോ സിംഹക്കൂട്ടിലെത്തിയ പോലെ. ബാ ഗൈസ് ഫുഡും കൊണ്ട് വന്നിട്ട് ഒരാളും വരുന്നില്ല നമ്മുടെ അടുത്തേക്ക്. എന്നാ വാ. എല്ലാം വയറ് നിറഞ്ഞു തോന്നുന്നു. ഉറക്കത്തിലായിരിക്കണോ? ഷോ ഗായ്സ് ഇത് വിളിച്ചിട്ട് ഈ പക്ഷിയൊന്നും വരുന്നില്ല ഫുഡ് കഴിക്കാൻ. നമ്മൾ ഫുഡും കൊണ്ട് വന്നിരിക്കണതാ. ഇപ്പം എന്ത് ചെയ്യും ഗായ്സ്? ഇവര് എത്ര എണ്ണത്തിന് വിളിച്ചിട്ട് ഒന്നും വരുന്നില്ല. ഫുഡ് കൊണ്ടുവന്നിട്ട് അടക്കം വരുന്നില്ല. ഇത്രയും ജാടയുള്ള കിളികളല്ലേ? ഭയങ്കര പൊക്കോ. ആ വരണമെന്നുണ്ട് ഇതിന്. ഇത്തിരി അടുത്ത് കഴിക്കടാ.
എടുത്തെടുത്തോ. ആ കഴിച്ചു കഴിച്ചു. നിങ്ങൾക്ക് മാത്രം നല്ല കുട്ടികൾ കേട്ടോ. ഗായ്സ് ഈ പക്ഷികളെ കഴിക്കാൻ തുടങ്ങി. എന്താ എടുത്തോ പോയിട്ടോ ഒന്നെടുത്തു. ഇത് തിന്നെയാണ്. ഇത് എടുക്കണില്ല. ഇതിന് ഓൾറെഡി ഒന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എടുത്തു. ഇതാ എടുക്കണം. എടുക്ക്. ആ എടുത്തു. നല്ല കുട്ടി. എടുക്കണില്ല അല്ലേ? ഇതെല്ലാം ഉറങ്ങണം. അതാണ് മെയിൻ പ്രശ്നം. ആ അത് എടുക്കണ്ട് കേട്ടാ. കൊടുത്തോ. ഓരോന്നോരോന്നായി കൊടുക്കുമ്പോൾ ഇത് കഴിക്കണ്ട് ഗൈസ്. വാങ്ങിക്കി കണ്ടാ. ആ ഓക്കെ ഓക്കെ. ആ എന്താ എൻ്റെ പുറത്തേക്കോ. എൻ്റെ പുറത്ത് വന്നു. എവിടുന്നോ എന്നാടാ. എന്നാ കഴിച്ചോ. ആ എന്താ വരുന്നു ആള്. കഴിച്ചോ. ഗായ്സ് നമുക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഇത് കൊണ്ട് പോവാ. ഇത്ര നേരം വന്നില്ല പറഞ്ഞിട്ട് വിഷമമായിരുന്നു. നേരെ വന്ന് എൻ്റെ പുറത്തിരുന്നു ഗൈസ്. എവിടുന്നോ കഴിച്ചോട്ടാ. ഇവൻ്റെ അടുത്തൊന്നും വന്നിട്ടില്ല. ഇതാ അവരിപ്പോഴും തെരച്ചിലാണ്. ആ കഴിക്കണ്ടാ. നല്ല പോളിങ് ആള്. എന്നാ കഴിച്ചോ. ഗൈസ് ഇതിനെ എന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു തോന്നുന്നു. പോണില്ല ആള്. വേണ്ട അതിന് ഇഷ്ടപ്പെടില്ല നിങ്ങളുടെ ഒന്നും. എന്നെയാണ് ഇഷ്ടം. ഇപ്പഴത്തെ വാടാ കൂട്ടാ. ഇപ്പഴത്തെ വാ. ആ ഗായ്സ് ഇത് നമ്മളെ വിട്ട് പോണില്ല. നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താ തോടെല്ലാം പൊളിച്ച് കളയുന്നു. തോട് പൊളിച്ച് തരണം. തിന്നു ഗായ്സ്. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോന്നിനെ കിട്ടിയതാ. ശില്പൻ്റെ അവിടെ കുഞ്ചേച്ചി ഹായ്. എല്ലാവർക്കും ഓരോന്ന് കിട്ടി ഗായ്സ്. കുഞ്ചേച്ചിൻ്റെ അടുത്ത് രണ്ടെണ്ണം. ചേച്ചി സെറ്റ് ഗായ്സ്. ഇപ്പൊ എല്ലാവർക്കും വിഷമപ്പം വരാൻ തുടങ്ങിട്ടാ. എന്താ ശില്പൻ്റെ അടുത്ത് പോയാ. ആ കേറി ഗായ്സ്. ഇപ്പൊ സെറ്റായിട്ടോ. എല്ലാവരും ആക്റ്റീവായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാ നിൽക്കുന്നുണ്ട്. നമ്മുടെ ആളിപ്പം നല്ല കമ്പനിയായി. ഫോണില്ല. കുഞ്ചേച്ചിൻ്റെ അടുത്ത് വന്നു ഗായ്സ്. ഇത് സെറ്റ് കേട്ടോ. ഇത് എനിക്ക് ഇതിനകത്ത് വന്നതിൽ ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം കണ്ട നല്ല സെറ്റായിട്ട് ഉണ്ട്. മാല എടുക്കണതാ കണ്ടോ. നോക്കൂ എത്ര രൂപ. അയ്യോ ഈ സാധനത്തിൽ എന്റെ മാല ബ്രേസ്ലെറ്റ് ഇതൊക്കെയാണ് ധരിക്കണത്. ഇതെന്റെ മാലയും കൊണ്ട് പോകുമ്പോ ഇത് കള്ളനാണ് തോന്നുന്നു. നോക്കി ആ ചെവി കടിക്കണോ. ശ്യാമിന്റെ എല്ലാ ബോഡി പാർട്സും അതിന് ഇഷ്ടമായി. എല്ലാം പോയി ഗായ്സ്. ഇത് കൊത്താൻ വരും ഗായ്സ്. തോന്നുമ്പോ നോക്കിയോ. നമ്മളിത് എടുക്കാൻ പറ്റില്ല. ദേഷ്യം വന്നു. ദേഷ്യം വരണ്ട കേട്ടോ. നല്ല ദേഷ്യക്കാരനാണ് കലിപ്പൻ. നമ്മുടെ തത്ത പിന്നെ വെത്തി മലയോട്ട് പോകാൻ. ശ്യാമിന്റെ കൈ കയ്യിൽ കുത്തി. ഇതാ ഈ കയ്യിൽ കൊത്തി. ഏതാ അറിയോ. അതാണ് തോന്നുന്നു. ഗായ്സ് അങ്ങനെ ഞങ്ങൾ അതിനകത്തുനിന്ന് പുറത്തിറങ്ങി. ഒരു കൊത്തും കിട്ടി ഗായ്സ്. ഇതാ എന്താ നോക്ക്. ഇതിന്റെ ഒരു കൊത്ത് കൊണ്ടാലേ കടിക്കൊന്നും ഇല്ല തോന്നുന്നു. നല്ല ഒതുങ്ങിയ കൊത്തണം. കുഞ്ചേച്ചി പിടിക്ക്. കഴുത്തിലിട്. എന്താ തല അതൊന്നും ചെയ്യില്ല. നാക്ക് നീട്ടുന്നു. നാക്ക് നീട്ടുന്നു.
ചേച്ചി പിടിക്കുന്നു. ചേച്ചി കഴുത്തിലിട്ട് ചേച്ചി കഴുത്തിലിട്ട് കൊടുത്തോ. ചേച്ചി ടയറിലാട്ടാ. എങ്ങനെയുണ്ട്? ചേച്ചി നല്ല പേടിയുണ്ട്. നല്ല പേടിയുണ്ട് അല്ലേ? ചേച്ചി കഴുത്തിലിട്ട് ചേച്ചി ഒന്ന് നോക്കാം മതി. എക്സ്പ്രഷൻ മാറാൻ തുടങ്ങി. താങ്ക് യു ചേച്ചി. ഞാൻ കണ്ണു തുറക്കടി. സൂപ്പറായിട്ടുണ്ട്. നല്ല ഇര പിടിക്കാൻ നിൽക്കണ പോലെ. അത് കുഴപ്പമില്ല ചേച്ചി ഇട്ടോ, ഒന്നും ചെയ്യില്ല. ഞാൻ അടുത്ത് കൊഞ്ച് ചേച്ചി ഇടും. ചേച്ചി ഇട്ട് ഒരു പ്രാവശ്യം ഇടും ചേച്ചി. ഒന്നും ഇട്ടോ ചേച്ചി. അറ്റാക്ക് വരുമോ? പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ടെന്ന് ചേച്ചി. സൂപ്പർ. ഇങ്ങനെയാണ് എടുക്കുന്നത്. പോക്കറ്റിലെന്താ? ഹായ് ചേച്ചിക്കാണാ നമ്മുടെ എന്നൊക്കെ നിങ്ങൾ മാറി ചേച്ചിന്റെ കണ്ണിലേക്ക് നോക്കണ്ട്. കുത്തണ്ട ചേച്ചി കുത്തും. ഇതെന്താ മരുന്ന് വേണ്ടി എന്റെ പോക്കറ്റ് നോക്കണേ. ഇത് നോക്കൂ ഗൈസ്, ഇതിൽ കടിക്കുന്ന ആളാണെന്ന്. ഒരു കടി വരുമ്പോ ശരിയാവും. ചേച്ചി അങ്ങനെ തന്നെ എടുക്കാൻ പോണ്ട്. പിടിച്ചോ പിടിച്ചാ നോക്കി ഇങ്ങോട്ട് നോക്കി. സൂപ്പറായിണ്ടാ? നല്ലൊരു സാധനം അല്ലേ? ഓക്കെ ഗായ്സ് നോക്കൂ, അവിടെ ഒരു കുതിര നിൽക്കുന്നുണ്ട്. കുതിര എനിക്ക് കേറാനൊരു പേടിയിട്ട് എനിക്ക് എത്തുമോന്ന്. ശ്യാം പോവാണ്. രാജഗംഭീരമായി നടന്നു വരുന്നുണ്ട്. ഇതിന്റെ മേലെ ടക്ക് ടക്ക്. കുതിര നടക്കുമ്പോ നമ്മൾ ഇങ്ങനെ ആവൂലേ? കണ്ടോ കേറിക്കോ. ഫസ്റ്റ് ചാടി കേറ്. അപ്പുറത്തേല് കാലിട്ടാ ഗായ്സ്. ശില്പ പോണ്ട്. ആ കയറി പിടിച്ചിരിക്കി. ആ പോയി കുഴപ്പമില്ല. അയ്യോ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഫോട്ടോ എടുക്കണ്ടേ? നിർത്ത്. ആ ബാക്ക് കൊടുത്തിട്ട് പോണ്ട്. നെക്സ്റ്റ് കുഞ്ചേച്ചി. ശില്പ മാറി. അതാ ഫസ്റ്റ് അറ്റംപ്റ്റ് ശരിയായില്ല. അവൻ്റെ ഈ സാധനം വന്നു ഗൈസ്. ചേച്ചി ഓക്കെ കയറിക്കോ. വേണ്ട, ചവിട്ടണ്ട. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്. ചേച്ചി പിടിച്ചിരിക്കേ. ബൈ ബൈ.
ചേച്ചി പോണ്ട് ഗൈസ് കുതിര. കമോൺ ഗൈസ്. ബാഹുബലിത്തെ ദേവസേന വരുന്ന പോലെ ഉണ്ട്. ദേവസേന ഒരു ബാഹുബലിന്റെ ബീജിയം കൂടാ ബാക്കില്. അയ്യോ ഓക്കെ ചേച്ചി ഇറങ്ങി ചാടിക്കോ. ആ ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് കുതിരയിൽ കയറിയിട്ട് വന്നു. എങ്ങനെയുണ്ട് ഗൈസ് എക്സ്പീരിയൻസ്? അത് ഇംഗ്ലീഷ് ഫിലിംസിലൊക്കെ കുതിരി പോയില്ലേ, അതുപോലെ. എനിക്ക് ഒന്ന് പേടിയായി, പിന്നെ ഓക്കെ. എനിക്കാണെങ്കിൽ കയറിയിട്ട് ഒരു ഇത് കിട്ടുന്നില്ല. കുതിര ഇങ്ങനെ ആവുന്നുണ്ട് ചെറുതായിട്ട്. അതുകൊണ്ട് വേറെ കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി ഇറങ്ങാം. ഗൈസ്, അപ്പൊ നമ്മള് കഴിഞ്ഞിറങ്ങി. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ? ഇഷ്ടപ്പെട്ടോ? ഒരു വെറൈറ്റി എക്സ്പീരിയൻസ്. എനിക്ക് ബേർഡ്സിൻ്റെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. സെറ്റ് ആ കുതിര. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ബായ് ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ എത്തിക്കഴിഞ്ഞു. ബിരിയാണി അതിട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ലുലുക്ക് പോവാം. ഓക്കെ ബായ്. ഇപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഞങ്ങൾ ബസ് കയറി. ഇനി ലുലു മാളിക്ക്. ബായ് ഗൈസ്. ഞങ്ങൾ അങ്ങനെ ലുലു മാളെത്തി ഗൈസ്. ഗൈസ്, നമ്മൾ ആദ്യം തന്നെ ശില്പയ്ക്ക് ചെരുപ്പ് വാങ്ങിക്കാനാണ് പോണത്. ഞങ്ങൾ ചെരുപ്പ് സെക്ഷനിൽ എത്തിയിരിക്കുകയാണ്. ആദ്യം തന്നെ ചെരുപ്പ് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും നോക്കുകയാണ്. ഗൈസ്, ഇതാണ് 17 Pro Max ക്യാമറ സെറ്റ്. ബാക്ക് കാണിച്ചിട്ട് ലുക്ക്. ബാക്ക് സെറ്റാണ്. ലുക്കായിട്ടുണ്ട്. ഓറഞ്ച് കളറിന് ഇതിൻ്റെ വയർലെസ് ആണ് ഗൈസ്. ഞങ്ങൾ S25 അൾട്രാ വരിക കൊണ്ട് എത്തിയിട്ടുണ്ട്. അതിൽ ആ ടിപ്പ് അവിടെ തട്ടണം. ആ ജസ്റ്റ് ഒരു വീട് വരച്ചിട്ട് ആ 3D കൊടുക്കുന്നേ. 3D കാർട്ടൂൺ നമുക്ക് നോക്കാം. മതി 3D കൊടുക്ക്. അല്ല കൊടുത്താ ഗൈസ്. ഇപ്പം നമ്മൾ വരച്ച വീട് എന്താവും കാണാം. കുറച്ച് നല്ല പോലെ വരില്ല ഗൈസ്. കുഞ്ചേച്ചി ഇവിടെ സൈൻ ഇട്ട് നോക്കുകയാണ്. ഇത് എന്നിട്ട് 3D ജനറേറ്റ് കൊടുക്കുമ്പോൾ എന്താവും നോക്കാം. ചേച്ചി കൊടുക്കൂ, നോക്കട്ടെ. വാ ഐ സെറ്റില്ലേ? സെറ്റുണ്ട്, കുഴപ്പമില്ല. ഗൈസ്, ഞങ്ങൾ ഫണ്ടൂറേക്ക് വന്നിരിക്കുകയാണ്. ഫണ്ടൂറ അല്ലേ? ഗൈസ്, അപ്പം നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങി. ബായ്. ഇനി നേരെ വീടെത്തിയിട്ട് കാണാം ഗൈസ് അല്ലേ? ഫുൾ ടയേർഡായി. ബൈ ഗൈസ്. അങ്ങനെ ഞങ്ങളിപ്പോൾ ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ്. ഞങ്ങൾ ബസ് ഇറങ്ങി ഇപ്പോൾ ശാസ്ത്രി കയറി ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ്. ഇനി നേരെ വീട്ടിൽ പോകണം ഓട്ടോ കയറിയിട്ട്. ബായ്. അങ്ങനെ നമ്മൾ തിരിച്ച് വീടെത്തി. അപ്പോൾ സെറ്റായിരുന്നു എക്സ്പീരിയൻസ്. എങ്ങനെയുണ്ടായിരുന്നു? അല്ല, അതൊരു നല്ല കുറേ കാര്യങ്ങളൊക്കെ കണ്ടു. പെറ്റ്സിൻ്റെയും കാര്യങ്ങളൊക്കെ. 150 രൂപയുള്ളൂ ടിക്കറ്റ്. അത് ഭയങ്കര വർത്താണ് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ പാമ്പിനെ, ഇഗ്വാന, കുറേ കാര്യങ്ങൾ പിടിച്ചു. ഇനി നെക്സ്റ്റ് നമ്മൾ പിടിക്കാൻ പോകുന്നത് ടൈഗറിനെയാണ് ഗൈസ്. അത് തായ്ലൻഡിൽ പോയിട്ട്. അതിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഇപ്പം തന്നെ വരില്ല, കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ എല്ലാവർക്കും കുറേ കഴിഞ്ഞിട്ട്. അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.